ശബരിമല സ്വർണ്ണ കവർച്ചയിലെ മുഖ്യ സൂത്രധാരൻ മുരാരി ബാബുവിന്റെ അറസ്റ്റാണ് ഈ മണിക്കൂറിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ഇപ്പോൾ അദ്ദേഹത്തെ പത്തനംതിട്ടയിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ നിന്നും നമ്മുടെ പ്രതിനിധി പ്രജിത്ത് ചേരുന്നുണ്ട്. പ്രജിത്ത്, ഈ മുരാരി ബാബുവിന്റെ വളർച്ച, ഒരു സെക്യൂരിറ്റി ഗാർഡിൽ നിന്നും പെട്ടെന്നാണ് ശബരിമലയിലെ ചീഫ് എക്സിക്യൂട്ടീവ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ആകുന്നത്. ശരിക്കും ഇതിലൊക്കെ ദുരൂഹതകളില്ലേ? ഈ മുരാരി ബാബുവിന്റെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് മുരാരി ബാബുവിന്റെ ഒരു പ്രത്യേകത എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നത്, ഏത് രാഷ്ട്രീയക്കാർ അധികാരത്തിൽ വന്നാലും അവരുമായിട്ടൊക്കെ ഒന്നിച്ചു നിൽക്കാനുള്ള, അല്ലെങ്കിൽ അവരുമായിട്ട് ചേർന്ന് നിൽക്കാനുള്ള ഒരു പ്രത്യേക കഴിവ് ഈ മുരാരി ബാബുവിനുണ്ട് എന്നുള്ളതാണ് ദേവസ്വം പറയുന്ന, അല്ലെങ്കിൽ ദേവസ്വം ജീവനക്കാർക്ക് വൃത്തങ്ങളിൽ നിന്നൊക്കെ നമുക്ക് ലഭ്യമാകുന്ന ഒരു സൂചന എന്നുള്ളത്. നിലവിൽ കഴിഞ്ഞ കുറെ കാലമായി, അതായത് കുറെ വർഷങ്ങളായി ശബരിമലയുമായി ബന്ധപ്പെട്ടാലും ശരി, തിരുവിതാംകൂർ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ടേക്കാലും നിർണായകമായിട്ടുള്ള ചുമതലകൾ ഈ പറയുന്ന മുരാരി ബാബുവിലേക്ക് എത്തിയതും ഈ അദ്ദേഹത്തിന്റെ ഒരു സമീപനത്തിന്റെ പ്രത്യേകത കൊണ്ട് തന്നെയാണ്. അങ്ങനെ എല്ലാവർക്കും പ്രിയപ്പെട്ടവനായി, പ്രത്യേകിച്ച് അധികാരത്തിലെത്തുന്ന രാഷ്ട്രീയക്കാർക്കെല്ലാം പ്രിയപ്പെട്ടവനായി തുടരാൻ മുരാരി ബാബുവിന് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് സുപ്രധാന ചുമതലകളിൽ, പ്രത്യേകിച്ച് ശബരിമല അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ അടക്കമുള്ള സുപ്രധാന ചുമതലകളിലേക്ക് ഈ മുരാരി ബാബു വളർന്നു കയറുന്നതിന് സാഹചര്യം ഒരുക്കിയതും. മുരാരി ബാബുവിനെതിരായിട്ടുള്ള പലവിധ ആരോപണങ്ങളൊക്കെ വരുമ്പോഴും ഒക്കെ അതിനൊക്കെ സംരക്ഷണങ്ങളും കവചങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ കാണേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ച് ഈ ശബരിമലയിൽ സ്വർണം കവർന്നതുമായി ബന്ധപ്പെട്ട് ആദ്യഘട്ടത്തിൽ പോലും മുരാരി ബാബുവിനെതിരായിട്ടുള്ള വിമർശനങ്ങൾ വരുമ്പോൾ പോലും മുരാരി ബാബുവിന്റെ പേര് ആരും പരാമർശിക്കുന്നത് അതിങ്ങനെ അധികം ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ല. പിന്നീടാണ് മുരാരി ബാബുവിനടക്കം ഇതിനുള്ള ഉത്തരവാദിത്തത്തെപ്പറ്റി കൂടുതൽ ചർച്ച വരികയും, പ്രത്യേകിച്ച് ജനം TV അടക്കം നൽകിയിട്ടുള്ള റിപ്പോർട്ടുകളുടെയൊക്കെ അടിസ്ഥാനത്തിലാണ് മുരാരി ബാബുവിന് ഇതിലുള്ള പങ്കിനെ കുറിച്ച് കൂടുതൽ ചർച്ച വരികയും അത് പിന്നീട് ദേവസ്വം വിജിലൻസിന്റെ റിപ്പോർട്ടടക്കം, അല്ലെങ്കിൽ തുടർന്നുള്ള പരാമർശങ്ങളിലടക്കം കണ്ടുവരികയും ചെയ്യുന്നത്. അപ്പോഴും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഈ മുരാരി ബാബു ഏത് വിധത്തിലുള്ള ഒരു ഉദ്യോഗസ്ഥനാണെങ്കിലും ശരി, ആ ഉദ്യോഗസ്ഥന് ഈ തട്ടിപ്പ് നടത്താൻ ആരുടെ ഭാഗത്ത് നിന്നാണ്, അല്ലെങ്കിൽ ഒരു മൗനാനുവാദം, അല്ലെങ്കിൽ ഒരു പിന്തുണ, കാരണം ഇത് ഈ ശബരിമലയിൽ ഇത്ര വലിയൊരു തട്ടിപ്പ് നടത്തണമെങ്കിൽ ഒരു സാധാരണ ഉദ്യോഗസ്ഥൻ ഏത് പോസ്റ്റ് ഇരിക്കുന്ന ആളാണെങ്കിലും ശരി, ഒരു തീർച്ചയായും പ്രജിത്ത്, ഈ സ്വർണം ചെമ്പെന്ന് അടയാളപ്പെടുത്തിയത് ഈ മുരാരി ബാബു ആണ്. ശരിക്കും പറഞ്ഞാൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വഴി തെളിച്ചത് ഈ മുരാരി ബാബു ആണ്. അങ്ങനെ തന്നെയാണ്. കാരണം അത് ആ ഒരു അഴിമതിയുടെ, അല്ലെങ്കിൽ ആ ഒരു തട്ടിപ്പിന്റെ ഒരു തുടക്കമാണ്. പ്രത്യേകിച്ച് സ്വർണ്ണപ്പാളികൾ ചെമ്പ് എന്ന് രേഖപ്പെടുത്തി തുടങ്ങുന്നത് മുരാരി ബാബുവാണ്. പിന്നീട് 2023 ഈ പറയുന്ന രീതിയിൽ ആദ്യഘട്ടത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് യഥാർത്ഥ സ്വർണ്ണപ്പാളികൾ കൊടുത്തുവിടുകയും പിന്നീട് കൊണ്ടുവന്ന സ്വർണ്ണം പൂശിയിട്ടുള്ള വ്യാജ ചെമ്പുപാളികൾ അത് ശബരിമലയിൽ സ്ഥാപിക്കുകയും ചെയ്യുന്നതിനെല്ലാം ഈ പറയുന്ന ഉദ്യോഗസ്ഥരുടെയൊക്കെ ആശീർവാദം ഉണ്ടായിരുന്നു. പിന്നീട് 2023 ഈ പുതിയ ചെമ്പുപാളികളിൽ, അതായത് സ്വർണം പൂശിയ പുതിയ പാളികളിൽ പറയുന്ന ആ ആവരണത്തിൽ ഒരു തേയ്മാനം, അല്ലെങ്കിൽ ആ ചെമ്പ് തെളിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ അതിൽ ഒരു അന്വേഷണമോ പരിശോധനയോ നടത്താതെ വീണ്ടും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് തന്നെ ഈ പാളികൾ തിരിച്ചു കൊടുത്തുവിടാനുള്ള ഒരു ഇടപെടൽ ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ഒരു നിർദ്ദേശം ഉണ്ടാകുന്നത്, അതിൽ പലവിധമായിട്ടുള്ള ഇടപെടലുകൾ നടന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ഒന്ന്, ദേവസ്വത്തിലെ തിരുവാഭരണം കമ്മീഷണർ ഈ വിഷയം ചൂണ്ടിക്കാട്ടുന്ന സമയത്ത് അതിൽ മാറ്റം വരുത്താൻ ഇടപെടൽ നടത്തിയ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അടക്കമുള്ളവർ ആ വിഷയത്തിലുണ്ട്. പക്ഷെ അപ്പോഴും മുരാരി ബാബുവും അതേ നിലപാട് തന്നെയായിരുന്നു സ്വീകരിച്ചിരുന്നത്. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്വീകരിച്ച വീണ്ടും പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് തന്നെ കൊടുത്തുവിടാം എന്നുള്ള ഒരു സമീപനമാണ് ഈ പറയുന്ന മുരാരി ബാബുവും സ്വീകരിച്ചത് എന്നുള്ളതാണ് ഈ അന്വേഷണത്തിൽ വ്യക്തമായത്. അപ്പോൾ സ്വാഭാവികമായും ഇവരെല്ലാവരും ചേർന്ന് നടത്തിയിട്ടുള്ള ഒരു ഗൂഢാലോചന ഇതിന് പിന്നിലുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇനി മുരാരി ബാബുവിന്റെ മൊഴികളിൽ നിന്ന് വ്യക്തമാകേണ്ടത്, 2019 ഈ ചെമ്പ് പാളികൾ എന്നുള്ള പ്രജിത്താണ് വിവരങ്ങൾ നൽകിയത്.